ഗാസ പിടിച്ചടക്കാനുള്ള പദ്ധതി നെതന്യാഹു പ്രഖ്യാപിച്ചതിന് പിന്നാലെ മുന്നറിയിപ്പുമായി ഈജിപ്റ്റ് എത്തി. ഗാസ പിടിച്ചെടുക്കാനുള്ള ഇസ്രായേലിൻ്റെ നിർദ്ദേശം ഹമാസ് കൈവശം വെച്ചിരുന്ന ഇസ്രായേൽ ബന്ദികളെ വധിക്കുന്നതിലേക്ക് നയിക്കുമെന്നാണ് ഈജിപ്തിൻ്റെ മുന്നറിയിപ്പ്. ഈജിപ്റ്റ് അമേരിക്കയ്ക്ക് അയച്ച സന്ദേശത്തിലാണ് ഈ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഒരു ഈജിപ്ഷ്യൻ ഡിപ്ലോമാറ്റിനെ ഉദ്ധരിച്ച് ലെബനീസ് പത്രമായ അൽ അക്ബർ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു. ഗാസയിൽ വെടിനിർത്തലിനായി ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ചർച്ചകൾ അടിയന്തരമായി തുടങ്ങണം. മുതിർന്ന ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥർ ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അൽ അക്ബറിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് എൽ സിസി ഈ വിഷയത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നേരിട്ട് ആശയവിനിമയം നടത്തുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഗാസ പിടിച്ചെടുക്കാനുള്ള പദ്ധതിക്ക് ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ് അനുമതി നൽകിയതായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചിരുന്നു. ഗാസയിലെ മുഴുവൻ പ്രദേശത്തിൻ്റെയും നിയന്ത്രണം പിടിക്കുകയാണ് ഇസ്രായേലിൻ്റെ പദ്ധതി. ഹമാസിനെ പുറത്താക്കി സൗഹൃദ അറബ് രാജ്യത്തിന് ഗാസയുടെ നിയന്ത്രണം കൈമാറാനും നെതന്യാഹു പദ്ധതിയിടുന്നു. നെതന്യാഹുവിൻ്റെ ഗാസ പിടിച്ചെടുക്കാനുള്ള നീക്കത്തിനെതിരെ ഹമാസ് രംഗത്ത് വന്നു. അട്ടിമറി എന്നാണ് ഹമാസ് നേതൃത്വം ഈ നീക്കത്തെ വിശേഷിപ്പിച്ചത്. വെടിനിർത്തൽ ചർച്ചയ്ക്കിടെ ഗാസ മുനമ്പിൻ്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനെക്കുറിച്ചുള്ള നെതന്യാഹുവിൻ്റെ പ്രസ്താവനയെ അട്ടിമറി നീക്കമായാണ് കാണുന്നത്. തൻ്റെ വ്യക്തിപരമായ താൽപ്പര്യങ്ങൾ നടപ്പാക്കാനാണ് നെതന്യാഹു ശ്രമിക്കുന്നത്, ഹമാസ് നേതൃത്വം പ്രസ്താവനയിലൂടെ പറഞ്ഞു. ഈ നീക്കത്തെ വംശഹത്യ എന്നാണ് ഹമാസ് ആരോപിക്കുന്നത്. നെതന്യാഹു ബന്ദികളെ ഉപേക്ഷിച്ച് വെടിനിർത്തൽ ചർച്ചകൾ അട്ടിമറിക്കുകയാണ് ചെയ്യുന്നതെന്നും ഹമാസ് ആരോപിക്കുന്നു. എന്നാൽ ഇസ്രായേലിലെ രാഷ്ട്രീയ നേതൃത്വവും സൈന്യവും ഗാസ വിഷയത്തിൽ കടുത്ത ഭിന്നതയിലാണെന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഗാസയുടെ നിയന്ത്രണം പൂർണ്ണമായും പിടിച്ചടക്കുന്നതിൽ സൈന്യത്തിന് വിയോജിപ്പുണ്ട്. ഹമാസിൻ്റെ കസ്റ്റഡിയിലുള്ള ബന്ദികളുടെ ജീവൻ അപകടത്തിലാക്കുന്ന നീക്കമാണിതെന്നാണ് സൈന്യം പറയുന്നത്. ബന്ദികളുടെ കുടുംബങ്ങളും ഈ നീക്കത്തെ എതിർക്കുന്നുണ്ട്. എന്നാൽ ഇതിനെയെല്ലാം അവഗണിച്ചാണ് ഗസ പൂർണ്ണമായും പിടിച്ചടക്കാനുള്ള പദ്ധതിയുമായി നെതന്യാഹുവും കൂട്ടരും മുന്നോട്ട് പോകുന്നത്. ഇസ്രായേലിനുള്ളിലും നെതന്യാഹുവിൻ്റെ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അഭിപ്രായ വോട്ടെടുപ്പും നടത്തി. ഉടൻ വെടിനിർത്തൽ വേണമെന്നാണ് വോട്ടെടുപ്പിൽ പങ്കെടുത്ത ഭൂരിഭാഗവും ആവശ്യപ്പെട്ടത്. ഉടൻ വെടിനിർത്തൽ കരാർ ഉണ്ടാക്കി ബന്ദികളെ മോചിപ്പിക്കണമെന്നാണ് വോട്ടെടുപ്പിൽ ഉയരുന്ന ആവശ്യം. ഹമാസ് തട്ടിക്കൊണ്ടുപോയ ഇസ്രായേൽ ബന്ദികളിൽ ഭൂരിഭാഗവും വെടിനിർത്തലിലൂടെയോ മറ്റ് കരാറുകളിലൂടെയോ മോചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ 50 പേർ ഗസയിൽ തന്നെ തുടരുന്നതായാണ് റിപ്പോർട്ട്. ഇവരിൽ 20 പേരെങ്കിലും ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്.